ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ. നമുക്കേ ഒരു എക്സാമ്പിൾ ചെയ്യാം. നിങ്ങളുടെ എക്സാമ്പിൾ 1 ആണ്, പേജ് നമ്പർ 162-ലെയാണ്. ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. xy+4, 13-y², 13-y + 5y², 4p² - 3pq² + 5. 4 എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 ഓൾജിബ്രാക്ക് എക്സ്പ്രഷൻ നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് ടേംസ് എഴുതണം വിച്ച് ആർ നോട്ട് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് വേണ്ട, കോൺസ്റ്റന്റ് അല്ലാത്ത ടേംസ് എഴുതാൻ. ടേംസ് ഏതൊക്കെയാണ് അല്ലേ? ഇതെടുത്തേ, ഇതിന്റെ ടേംസ് ഏതൊക്കെ വരും? ആദ്യത്തെ അത് ഞാൻ എഴുതിയിട്ടുണ്ട്, കോളം വരച്ച്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എഴുതാൻ ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ കോളം വരച്ച് എഴുതുവാണെങ്കിൽ എളുപ്പമായി കേട്ടോ. ആദ്യത്തെ എക്സ്പ്രഷൻ xy+4, ഇതിന്റെ ടേം എഴുതാം. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 2 എണ്ണം അല്ലേ? ഇതൊരു ടേം, ഇതൊരു ടേം. xy ഒരു ടേം, 4 ഒരു ടേം. പക്ഷെ 4 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? കോൺസ്റ്റന്റ് അല്ലാത്തത് എഴുതാനാ ചോദിച്ചേക്കുന്നത്. കോൺസ്റ്റന്റ് അല്ലാത്തത് ആരേ ഉള്ളൂ? xy എഴുതി, ഞാൻ xy എഴുതി. ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്, കോഎഫിഷ്യന്റ്. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ ഞാൻ പറയായിരുന്നു, ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ സംഖ്യകൾ മാത്രം. ഇവിടെ സംഖ്യ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ എന്ത് ചെയ്യും? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഖ്യ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എത്രയാണ്? 1. ഇവിടെ മൈനസ് ഇല്ല, അതുകൊണ്ട് പ്ലസ്. അപ്പൊ ഇവിടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എത്രയാണ്? 1. മനസ്സിലായോ? ഇനി അടുത്തത് 13 - y². ഇവിടെ നോക്കിയേ, എത്ര ടേംസ് ഉണ്ട്? 2. ഇതൊന്ന്, ഇതൊന്ന്. 13 ഒരു ടേം ആണ്. -y², രണ്ടാമത്തെ ടേം. വെറും y² അല്ല, -y². പക്ഷെ 13 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് എഴുതണോ? വേണ്ട. അപ്പൊ നമുക്ക് ഏത് എഴുതിയാൽ മതി? y². അയ്യോ, തെറ്റിപ്പോയി. വെറും y² അല്ല, -y². നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തെറ്റി ചെയ്ത് നോക്കിയത്. ഓക്കെ, അപ്പൊ ഇനി പറയാം, ഇവിടുത്തെ കോൺസ്റ്റന്റ്, ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് എത്രയാണ് നിങ്ങൾ പറ. ഇവിടെ സംഖ്യ ഒന്നുമില്ല, എൻ്റെ അർത്ഥം 1. 1 അല്ല, -1. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? നിങ്ങളിപ്പോ ചെയ്യും. ഓക്കെ, അടുത്ത് നോക്കി, ഇവിടെ എത്ര ടേംസാ? 3. നോക്കിയേ, 1, 2, 3. ഇവിടെ 3 ടേംസ് ഉണ്ട്. അപ്പം ഇവിടുത്തെ ടേംസ് ഒക്കെ നമുക്ക് എന്ത് എഴുതാം? ഇതാരാ? കോൺസ്റ്റന്റ്, അതുകൊണ്ട് അത് വേണ്ട. അടുത്ത ആള് എന്നതാണ്? -y ഒരു ടേം, വെറും y അല്ല. പിന്നെ ആരാണ്? 5y². പ്ലസ് ഇട്ടില്ലേ? പ്ലസ് നമ്മൾ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. മൈനസിന് എടുത്ത് എഴുതിയാൽ മതി. പ്ലസ് ആണ്. ഇപ്പം 5y² ആണ് ഇവിടുത്തെ അടുത്ത ടേം, കോൺസ്റ്റന്റ് അല്ലാത്ത ടേംസ്. ഇനി ഇതിന്റെ കോഎഫിഷ്യന്റ് എഴുതുക. ഇതിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? ഒന്നും തന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എത്രയാ? -1. പിന്നെ ഇതിന്റെ എത്രയാ? കിടക്കുന്നു 5. കണ്ടോ? ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ന്യൂമറിക്കലും ഉണ്ട്, ഓൾജിബ്രായ്ക്കും ഉണ്ട്. ന്യൂമറിക്കൽ എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുന്നത് ന്യൂമറിക്കൽ എന്നുള്ള സംഖ്യ എടുത്തങ്ങ് എഴുതിയാൽ മതി. അടുത്ത് നോക്കി, ഇവിടെ എത്ര ടേംസ് ആണ്? 1, 2, 3. ഇവിടുത്തെ ടേം ആദ്യത്തെ ടേം 4p². അടുത്തതോ -3pq² അല്ലേ? ഇനി ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 4. ഇവിടെ എത്രയാണ്? -3. ഇത്രേ ഉള്ളൂ. ഇതുപോലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു വരുന്നത്. നിങ്ങൾ ചെയ്യത്തില്ലേ ഇത്? ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് 2-3 എക്സാമ്പിൾസ് കൂടെ കൂടുതൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.